ഹായ്, നമ്മൾ എങ്ങനെയാണോ ഒരു ദിവസത്തെ തുടങ്ങുന്നത് അതുപോലെയായിരിക്കും നമ്മുടെ ആ ഒരു മുഴുവൻ ദിവസമുള്ള എനർജി എന്നുള്ളത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ദിവസത്തെ തുടങ്ങുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. ഞാൻ രാവിലെ വളരെയധികം നേരത്തെ എണീക്കുകയും അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന സമയത്ത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ, നമ്മുടെ വീട്ടിനടുത്തുള്ള വളരെ നിശബ്ദമായിട്ടുള്ള സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് അതുപോലെ ഒരു സ്ഥലമാണ്. ഇവിടെ സാധാരണ ഞാൻ രാവിലെ ദിവസങ്ങളിൽ വരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, രാവിലെ നമുക്ക് കുറച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാം. ഒത്തിരി ക്രൗഡുള്ള സ്ഥലമല്ല, ആൾക്കാരുള്ള സ്ഥലമല്ല, വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഇവിടെ നല്ല ശബ്ദം, പുഴ ഒഴുകുന്നതിൻ്റെയും കല്ലുകളുടെ ഇടയിലൂടെയൊക്കെ വെള്ളങ്ങൾ വരുന്നതിൻ്റെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു ശബ്ദം ഉള്ള ഒരു സ്പേസാണ്. ഞാനിവിടെ കാണിക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഏറ്റവും പ്രത്യേകത ഞാൻ പറയുന്നത് നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടോ, ഇവിടെ ഞാൻ സാധാരണ രാവിലെ ഇരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് പോയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ, നല്ല ഒരു വ്യൂ ഉണ്ട്. സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ വാൾപേപ്പറൊക്കെ ഇട്ടിട്ട് പല കാര്യങ്ങളൊക്കെ നോക്കില്ല, അതുപോലെ വളരെ ഭംഗിയായിട്ടുള്ള ഇതിൻ്റെ ഒരു ശബ്ദം വളരെ ഭംഗിയാണ്. അപ്പോൾ ഈ ശബ്ദത്തിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ശാന്തമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് കഴിയും. നമുക്ക് വീഡിയോസൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. വളരെ റിലാക്സ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു ദിവസത്തതും വരുന്ന ദിവസത്തെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് കഴിയും. സോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ദിവസത്തെ തുടങ്ങുന്നത്? ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ഒരുമിച്ചിട്ടാണ് നമ്മുടെ ദിവസങ്ങൾ തുടങ്ങുന്നതെങ്കിൽ വളരെയധികം എനർജിയോട് കൂടി തുടങ്ങാൻ കഴിയും. അതല്ലാതെ ഒരു ബോക്സിനകത്ത് റൂമിനകത്തൊക്കെ നമ്മൾ ഇരിക്കുന്നതിന് ധാരാളം ലിമിറ്റേഷൻ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുക, ശരിക്കും ലോകത്തെ നമ്മൾ ഇഷ്ടപ്പെടുക, ആസ്വദിക്കുക.